നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 9, എബ്രായ ലേഖനം 9-ാം അധ്യായം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് 22 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. വേഴ്സ് 22 ഓൺവേർഡ്സ്, ദ ലാസ്റ്റ് വേഴ്സ് 28, 28 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് ക്രൈസ്റ്റ് സാക്രിഫൈസ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം, ഒരു പൂർണ്ണതയുള്ള യാഗം എന്നുള്ള സബ്ജക്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ കൂടെ കഴിഞ്ഞ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ 2 പ്രത്യേകതകൾ, 2 പ്രാധാന്യതകളെയാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയത് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ യാഗം കൊണ്ട് സ്വർഗീയമായതിനെ ശുദ്ധീകരിക്കുവാൻ കാരണമായിട്ട് നമ്മൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയുണ്ടായി. എന്തുകൊണ്ട് സ്വർഗീയമായതിന് ഒരു ശുദ്ധീകരണം ആവശ്യമായിരുന്നു? സ്വർഗം വിശുദ്ധമാകുന്നുവെങ്കിൽ തന്നെയും സ്വർഗീയമായതിന് ഒരു ശുദ്ധീകരണം ആവശ്യമായതിൻ്റെ കാരണങ്ങളൊക്കെയും നമ്മൾ പഠിച്ചു. 2, നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു ഇത് ചെയ്തത് ഒരിക്കലായി ചെയ്തു. ഇന്ന് രാത്രി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് 26-ാമത്തെ വാക്യം, 25, 26 വാക്യത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ 4 പ്രാധാന്യതകളെ നമ്മൾ ചിന്തിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. ക്രൈസ്റ്റ് സാക്രിഫൈസ്, 4 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ 4 പ്രാധാന്യതകൾ. അതിൻ്റെ 25, 26 വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാണ്. വേഴ്സ് 25 and 26. വളരെ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ആയിരിക്കണം. നമ്മൾ വളരെ ചില ആഴത്തിൽ നമ്മുടെ ഈ ക്ലാസ് മുൻപോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ യാഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഒരു യാഗത്തിൽ കൂടെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യൻ കടന്നു ചെന്നത്. ഏത് മനുഷ്യനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുമ്പോൾ സ്വർഗീയമായതിൻ്റെ നിഴലിലായിരിക്കുന്ന ഒരു സമാഗമന കൂടാരത്തിലോ ഒരാലയത്തിലോ മനുഷ്യൻ ശുശ്രൂഷ ചെയ്യുവാനോ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനോ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന സ്ഥാനത്ത് അവരെല്ലാവരും ഒരു യാഗത്തോടുകൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് ഒരു യാഗം ആവശ്യമായി? അത് മനുഷ്യൻ്റെ പാപമാണ് അതിൻ്റെ കാരണം. പാപം കൊണ്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു യാഗം ആവശ്യമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഒരു പ്രാധാന്യത പഴയ നിയമ യാഗവുമായിട്ടൊന്ന് തട്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറയുന്നു: ആണ്ടുതോറും മഹാപുരോഹിതൻ യാഗവുമായിട്ട് ചെന്നതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും അർപ്പിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മഹാപുരോഹിതൻ പാപപരിഹാരമായിട്ട് ഒരു യാഗം അർപ്പിക്കും. പ്രധാനമായിട്ട് ഈ പ്രത്യേകമായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ലേവിയ പുസ്തകം 16-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 16, ലേവിയ പുസ്തകം 16-ാം അധ്യായം, അതിനകത്തു നിന്നാണ് ഈ ചിന്ത കടന്നു വന്നത്. 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിച്ചിട്ട് 5, 6, അതിനുശേഷം 29, 30 വാക്യം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ലേവിയ പുസ്തകം 16-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 16 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ച ഒരു യാഗത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. വായിച്ചാട്ട് ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ 5, 6 വാക്യം ആദ്യമായിട്ട് വായിച്ചാട്ട്. ശ്രദ്ധിക്കണം, ഇവിടെ പ്രധാനമായിട്ട് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന കാര്യം 2 വ്യത്യസ്ത കൂട്ടർക്ക് വേണ്ടിയുള്ള യാഗവസ്തുവുമായിട്ട് പുരോഹിതൻ കടന്നിടണമെന്നാണ് പറയുന്നത്. 2 വ്യത്യസ്ത ആൾക്കാർക്ക് വേണ്ടി. ഒന്ന്, അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് 2 ആട്ടുകൊറ്റൻ. അപ്പോൾ ഈ 2 ആട്ടുകൊറ്റനെ കൊണ്ടുപോകുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്, ഫോർ ദ ഇസ്രലൈറ്റ്സ്. ശ്രദ്ധിക്കണം, 1 ഇസ്രലൈറ്റ്സിന് വേണ്ടിയാണ്. 2, അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, പാപയാഗമായിട്ട് മഹാപുരോഹിതൻ തനിക്കായിട്ടൊരു കാളക്കിടാവിനെ കൊണ്ടുവരണം. അപ്പോൾ 2-ാമത്തത് ഫോർ ഹിംസെൽഫ്.
രണ്ട് പ്രത്യേകമായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, രണ്ട് പ്രത്യേകമായ ഗ്രൂപ്പിന് വേണ്ടിയാണ് ആ പർട്ടിക്കുലർ യാഗം നടക്കുന്നത്. ഒന്ന്, മഹാപുരോഹിതൻ ആർക്ക് വേണ്ടി? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. രണ്ട്, മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി ചെയ്യുന്നു. എന്നാണ് ഇത് ചെയ്യുന്നത്? 29, 30 വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 29 and 30. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ ഒരു ദിവസമുണ്ട്, 7-ാം മാസം 10-ാം തീയതി. 7-ാം മാസം 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത 7 പെരുന്നാളുകളിൽ 6-ാമത്തെ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ ഒന്നാണ് പാപപരിഹാര പെരുന്നാൾ, മഹാപാപപരിഹാര പെരുന്നാൾ. അന്ന് ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും മാറ്റപ്പെടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ 7-ാം മാസം 10-ാം തീയതിയാണ് ഈ പർട്ടിക്കുലർ യാഗം പുരോഹിതൻ ചെയ്യേണ്ടത്. എല്ലാ വർഷവും 7-ാം മാസം 10-ാം തീയതി ഈ യാഗവുമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും, രണ്ട് കൂട്ടരും പാപം ചെയ്തുകൊണ്ട്, ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത മുഖാന്തരമായും താൻ ചെയ്ത പാപം മുഖാന്തരം. എന്താണ് അവരുടെ പാപം? അതിൻ്റെ വേഴ്സ് 16, 16-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്. അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം. അപ്പോൾ ഈ പർട്ടിക്കുലർ യാഗത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അശുദ്ധി നിമിത്തം, ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം. അതുകൊണ്ട് എന്താ? ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം അവരുടെ നടുവിലായിരിക്കുമ്പോൾ അവർ പാപം ചെയ്തത് മുഖാന്തരമായിട്ടാണ് ഈ യാഗം അവർ കഴിക്കേണ്ടത്. എന്നാൽ എന്ത് പറഞ്ഞു? ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയുകയാണ്, ആണ്ടുതോറും നമ്മൾ തിരിച്ച് എബ്രായലേഖനം 9:25 കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ. അപ്പോൾ എല്ലാ വർഷവും 7-ാം മാസം 10-ാം തീയതി നിങ്ങൾക്കറിയാം, അഹരോൻ്റെ മക്കൾ 2 പേര് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നുപോയി മരിച്ചതിന് ശേഷം ദൈവം ഒരു പുതിയ നിയമം ഇസ്രായേൽ മക്കൾ കൊടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, എല്ലായ്പ്പോഴും മഹാപുരോഹിതനോ അവൻ്റെ മക്കളോ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സന്നിധിയിലേക്ക് കടന്നു വരരുത്. പിന്നെയോ ആണ്ടിൽ ഒരിക്കൽ മാത്രം. അത് ഈ പാപപരിഹാരത്തിൻ്റെ രക്തവുമായിട്ട് വേണം ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലും. മറ്റാരും അതിവിശുദ്ധ ദ മോസ്റ്റ് ഹോളി പ്ലേസ് കാണുവാൻ അനുവാദമില്ല. മറ്റാർക്കും അതിനകത്ത് കടക്കുവാൻ സാധ്യമല്ല. ഈവൻ മഹാപുരോഹിതൻ പോലും എല്ലായ്പ്പോഴും അതിപരിശുദ്ധ സ്ഥലം ദ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് എൻ്റർ ചെയ്യുവാൻ സാധ്യമല്ല. ആണ്ടിൽ ഒരിക്കൽ മാത്രം 7-ാം മാസം 10-ാം തീയതി തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കൊല്ലപ്പെട്ടതായിരിക്കുന്ന കാളക്കുട്ടിയുടെ രക്തവും ഇസ്രായേൽ മക്കളുടെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട ആട്ടുകൊറ്റൻ്റെ രക്തവും, ഈ 2 രക്തവും എടുത്തുകൊണ്ടാണ് പുരോഹിതൻ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു വരുന്നത്. ഈ കടന്നു വരുന്നതും വളരെ ഭയത്തോടുകൂടെയാണ്. കാരണം ഈ വ്യക്തി മരിക്കുമോ ഇല്ലയോ എന്നുള്ള ഇസ്രായേൽ മക്കൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നടുവിൽ ഒരു കെട്ടുണ്ട്, ഒരു മണി. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, നിലയങ്കിയിൽ ഉള്ളതായിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇത് രണ്ടുമാണ് ഒന്ന് ഇടവിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ശബ്ദം ഈ മഹാപുരോഹിതൻ നടക്കുമ്പോൾ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും. വെളിയിൽ നിൽക്കുന്ന ജനത്തിനു വരെ ഈ പൊന്മണിയുടെ ശബ്ദം കേട്ട് മഹാപുരോഹിതൻ അകത്ത് ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എപ്പോൾ ദീർഘസമയം പൊന്മണിയുടെ ശബ്ദം വെളിയിൽ കേൾക്കുന്നില്ലയോ ആ സമയം ഇവർ മനസ്സിലാക്കും മഹാപുരോഹിതൻ അകത്ത് മരിച്ചുപോയി. അതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഇവർക്ക് പോലും അകത്ത് കടക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് തന്നിൽ കിട്ടപ്പെട്ടതായിരിക്കുന്ന കയറിൽ കൂടെ ഈ ശരീരം പുറത്ത് വലിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ആർക്കും തന്നെ കടക്കുവാൻ സാധ്യമല്ല. അപ്പോൾ കടക്കുന്ന മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ. അത് വളരെ പ്രിപ്പറേഷൻ. നിങ്ങൾക്കറിയാം, പാപപരിഹാര പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഹോൾ ഡേ എന്ന് പറയുന്നത് അവർക്ക് റിപ്പൻറ്റൻസ് ഡേ ആണ്, അനുദപിക്കുന്ന ഒരു ദിവസമാണ്. തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി അവർ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കഴിഞ്ഞ 1 വർഷക്കാലം അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് നിലവിളിക്കുന്ന ഒരു ദിവസമാണ് ഈ 7-ാം മാസം. അപ്പോൾ ഇത്രമാത്രം നിലവിളിയോടുകൂടെയാണ് അതിപരിശുദ്ധ സന്നിധിയിലേക്ക് മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നുവെങ്കിൽ തന്നെയും ഈ 7-ാം മാസം 10-ാം തീയതി 1 വർഷം ചെയ്ത് ഈ പ്രവൃത്തി അവിടെ അവസാനിപ്പിച്ചില്ല. പിന്നെയോ എല്ലാ
പ്രാവശ്യവും മഹാപുരോഹിതൻ എല്ലാ വർഷവും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് പറയുകയാണ്. മഹാപുരോഹിതൻ ആണ്ടുതോറും കഴിച്ചു വരുന്ന അതേ യാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ യേശു ക്രിസ്തു എന്ത് മതിയായിരുന്നു? അവൻ ഒരിക്കലായിട്ട് ചെയ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യതയാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഫിനിഷ്ഡ് സാക്രിഫൈസ്. തീർന്നതായിരിക്കുന്ന അല്ലെങ്കിൽ സമാപനമുള്ളതായിരിക്കുന്ന ഒരു യാഗമാണ് കർത്താവായ യേശുവിൻ്റെ യാഗം. എന്തുകൊണ്ട് സമാപനം ഉണ്ടായി? നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് എല്ലാ വർഷവും പുരോഹിതൻ ഈ രക്തവും എടുത്തുകൊണ്ട് അകത്തേക്ക് കടന്നുപോയി? അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം ചെയ്തതായിരിക്കുന്ന യാഗം കൊണ്ട് അന്നത്തെ അവരുടെ പാപങ്ങൾ മാറ്റപ്പെട്ടു എങ്കിൽ തന്നെയും അതിനുശേഷം കടന്നു വന്നിട്ടുള്ള പാപങ്ങൾ മായിച്ചു കിട്ടുവാൻ തക്കവണ്ണം വീണ്ടും ഒരു യാഗം ആവശ്യമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതൻ ഒരിക്കലായി കഴിച്ച യാഗത്തിന് എന്നേക്കുമായിട്ടുള്ള അവരുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ സാധ്യമായില്ല. ഇതാണ് അവർ വീണ്ടും വീണ്ടും ഈ ശുശ്രൂഷ ആവർത്തിച്ച് ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. വീണ്ടും വീണ്ടും ഈ ശുശ്രൂഷ ആവർത്തിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പരിഹാരം വരുത്തുവാൻ ഈ യാഗങ്ങൾക്ക് സാധ്യമായില്ല. യാഗങ്ങൾ കഴിച്ചു എന്നുള്ളത് സത്യമാണ്, യാഗങ്ങളും ആവശ്യമാണ്. എന്നാൽ ഈ യാഗങ്ങൾക്ക് എന്നേക്കുമായിട്ട് പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ സാധ്യമായില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം ഒരു ഫിനിഷ്ഡ് സാക്രിഫൈസ് ആകുവാൻ കാരണമായത് എന്താണ്? യാഗത്തിൽ കൂടെ ദൈവം ആഗ്രഹിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക യാഗത്തിൽ കൂടെ നിവർത്തിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. എന്താ നിവർത്തിക്കപ്പെട്ടത്? കഴിഞ്ഞ നാളുകളിലെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ആ വിഷയം താഴോട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ നാളുകളിലെ പാപങ്ങൾ നമുക്ക് ക്ഷമിച്ചു കിട്ടിയതുപോലെ ഇന്നും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുക മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെ ചെയ്യുന്നത്, പിന്നെയോ എന്നെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് എന്നെ നടത്തുകയും ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപിയായിരിക്കുന്ന വ്യക്തിക്ക് ആദ്യം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടക്കുമ്പോൾ അവൻ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പാപിയായിരിക്കും ഞാൻ കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കുറ്റക്കാരനായിരിക്കും ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ദൈവം എന്നെ നീതിമാനായിട്ട് കാണുന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? ഹി ഫൗണ്ട് നോ ഗിൽറ്റ് ഇൻ മീ. എന്നിൽ യാതൊരു കുറ്റം ദൈവം കാണുന്നില്ല. എന്നെ നീതിമാനാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ യാതൊരു പാപവും ദൈവം കണ്ടില്ല. പക്ഷേ ഇവിടെ കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചില്ല. ഈ ഒരൊറ്റ ബന്ധം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തീർന്നില്ല. പിന്നെയോ നീതീകരിക്കപ്പെട്ടതായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എന്നെ നടത്തുകയാണ്, എന്നെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നടത്തുകയാണ്, ഒരു സാങ്ക്ടിഫിക്കേഷൻ മീൻസ് സെറ്റ് എപ്പാർട്ട്, എന്നെ വേർപ്പെടുത്തി വെക്കുകയാണ് ഫോർ ഗോഡ്സ് പർപ്പസ്. അപ്പോൾ നീതീകരണം പ്രാപിച്ച് എന്നെ ആ നീതീകരണത്തിൽ മാത്രം നിർത്തുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. അടുത്ത ലെവലിലേക്ക് ദൈവം എന്നെ നടത്തി, എന്നെ ദൈവം വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരണത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു ക്രിയയാണ് ഹോളിനെസ്, വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്നെ വിശുദ്ധീകരിക്കണമായിരുന്നുവെങ്കിൽ ദൈവത്തിന് എന്നെ എന്ത് ചെയ്യിക്കണമായിരുന്നു? എൻ്റെ ജീവിതത്തിൽ പാപം ഇല്ലാത്തൊരു ജീവിതം നയിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. ദൈവം എന്നെ ശ്രദ്ധിക്കണേ നിങ്ങൾ, ദൈവം എന്നെ നീതീകരിച്ചുവെങ്കിൽ ആ നീതീകരിക്കപ്പെട്ടവനായിരിക്കുന്ന എന്നെ ദൈവം വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണം. എന്ന് പറഞ്ഞാൽ നീതീകരണം പ്രാപിച്ച് എനിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഒരു വിശുദ്ധ ജീവിതത്തിൽ തന്നെ ഹോളിനെസ്, ശുദ്ധീകരണം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ശുദ്ധീകരണം കൂടെ എനിക്ക് ദൈവം നൽകി തരികയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്നെ വീണ്ടും വീണ്ടും എന്നെ റൈച്ചസ് ആക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, അടുത്ത ലെവലിലേക്ക് എന്നെ ഒന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ട്, എന്നെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കുമ്പോൾ തന്നെ സാങ്ക്ടിഫൈഡ് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. അതുപോലെ തന്നെ
എന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. സാങ്ക്ടിഫൈഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാനാൽ എന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ പറയുണ്ടായി, വിശുദ്ധീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സെറ്റ് എപ്പാർട്ട് ചെയ്യുക, എന്നെ വേർപെടുത്തി വെക്കുക. വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ കടന്നു വരുന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ആ വ്യക്തിയെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, ആരുടെയെല്ലാം ജീവിതത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരും സാങ്ക്ടിഫൈഡ് ആണ്. ശ്രദ്ധിക്കുക ഈ വേർഡ്. ആരുടെയെല്ലാം ജീവിതത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരും സാങ്ക്ടിഫൈഡ് ആണ്. സാങ്ക്ടിഫൈഡ് ആകുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കണം, അവരാരാകണം? റൈച്ചിയസ് ആകണം, നീതിമാന്മാരാകണം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ കടന്നു വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ അംഗീകരിച്ച്, സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ശുദ്ധീകരിച്ച്, സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ ഒരു അഴുക്കുകൾ പോലുമില്ലാതെ സകല അഴുക്കുകളെയും പരിപൂർണമായി മാറ്റി ദൈവം എന്നെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? ശുദ്ധീകരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്നെ ദൈവത്തിന് വേണ്ടി വേർപെടുത്തുവാനായിട്ടിടയായി തീർന്നു. ഈ സാങ്ക്ടിഫിക്കേഷൻ പ്രാപിച്ചവരെ അവിടെ കൊണ്ട് നിർത്തുന്നില്ലേ, പിന്നെയും അടുത്ത ലെവലിലേക്ക് അവർ മൂവ് ചെയ്യുവാനുണ്ട്. എന്താ, എങ്ങോട്ട് അവർ മൂവ് ചെയ്യുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. മഹത്വീകരണം. രക്ഷയ്ക്കകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർഗിവ്നെസ്, ഗ്രേസ്, ഇതെല്ലാം രക്ഷയ്ക്കകത്തുള്ളതാണ്. എന്നാൽ അടിസ്ഥാനപരമായിരിക്കുന്ന 3 സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ രക്ഷാ പദ്ധതിയിൽ നമ്മൾ കാണുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ആണ് റൈച്ചിയസ്നെസ്, നീതീകരണം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ അത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. വിശുദ്ധീകരണം എന്ത് സംഭവിച്ചു? റൈച്ചിയസ്, ദൈവം എന്നെ നീതീകരിച്ചപ്പോൾ സെറ്റപ്പാർട്ട് ചെയ്തില്ല. ശ്രദ്ധിക്കണം, അത് ദൈവം എന്നെ ശുദ്ധീകരിച്ചപ്പോൾ, എന്നെ കുറ്റമില്ലാത്തവനായി കണ്ടപ്പോൾ ദൈവം എന്നെ സെറ്റ് അപ്പാർട്ട് ചെയ്തില്ല. എന്നാൽ എന്നെ നീതീകരിച്ചതിന് ശേഷം ദൈവം എന്ത് ചെയ്തു? എന്നെ സെറ്റ് അപ്പാർട്ട് ചെയ്തു, എന്നെ വേർപെടുത്തി വെച്ചു. എന്തിനാ വേർപെടുത്തി വെച്ചത്? ഫോർ ദ പർപ്പസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ദൈവം എന്നെ വേർപെടുത്തി വെച്ചു. ഈ വേർപെടുത്തി വെക്കപ്പെട്ടവരാണ് അടുത്ത ലെവലിലേക്ക് കടക്കുന്നത്, മഹത്വീകരണത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. റൈറ്റ്, നീതീകരണം പ്രാപിക്കാത്തവർ എന്ത് പ്രാപിക്കത്തില്ല? വിശുദ്ധീകരണം പ്രാപിക്കത്തില്ല. വിശുദ്ധീകരണം പ്രാപിക്കാത്തവർ ഏതും പ്രാപിക്കത്തില്ല. മഹത്വീകരണം. മഹത്വീകരണം എപ്പോഴാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഒരു മഹത്വീകരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിന്, കർത്താവായ യേശുവിൻ്റെ രൂപത്തിന് അനുരൂപമായി എന്നെ മാറ്റുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്സ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ദൈവത്തിൻ്റെ അടുക്കൽ കടന്നിരുന്ന സമയം മുതൽ ഉള്ള ഒരു കാര്യം. എന്നാൽ പലപ്പോഴും പഴയ നിയമത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ റൈച്ചസ്നെസ്, നീതീകരണം അവർ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ കൂടെ അവർ ഏതിന് അടിമയായി പോയി? പാപത്തിന് അടിമയായി പോയത് കൊണ്ട് വീണ്ടും വീണ്ടും നീതീകരണം ആവശ്യമായിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചോണേ, പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം എല്ലായ്പ്പോഴും അവർ പാപത്തിന് കീഴിൽ കിടക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. ഇന്ന് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കൾ പാപത്തിന് കീഴിൽ കിടക്കേണ്ട ഒരാവശ്യവുമില്ല. വി ആർ നോ മോർ സ്ലേവ്സ് ടു സിൻ. നമ്മൾ പാപത്തിന് നമ്മൾ അടിമകളല്ല. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളുടെ മേൽ പാപത്തിന് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല. പാപം എനിക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പാപം എൻ്റെ യജമാനല്ല, പാപം എൻ്റെ ദാസനാണ്. അതാണ് ദൈവത്തിൻ്റെ ദാസൻ. ദ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേർഡ്സ്. 1 യോഹന്നാൻ 2:1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്,
ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ. അപ്പോൾ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഒരു പഴയ നിയമകാലത്ത് കൂടെ അവർ അടിമകളായിരുന്നുവെങ്കിൽ, പാപത്തിന് അവർ സ്ലേവ്സ് ആയിരുന്നുവെങ്കിൽ, പുതിയ നിയമകാലത്ത് പാപത്തിന് അവർ സ്ലേവ്സ് അല്ല, പാപത്തിന്മേൽ അവർക്ക് അധികാരം, പാപത്തിന്മേൽ അവർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? ഇവിടെ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപം ചെയ്യാതിരിപ്പാൻ സാധിക്കും. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണെന്നല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജഡീയമായിരിക്കുന്ന കണ്ണുകൊണ്ട്, ജഡീയമായിരിക്കുന്ന ചിന്ത കൊണ്ട് ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ വെറും പുഴുവാ, എന്നെക്കൊണ്ട് ഞാൻ പാപത്തിന് അടിമയാണ്. ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ വളരണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ 100% പാപം ഒഴിഞ്ഞ് ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക. പാപം ഒഴിഞ്ഞ് ഒരു ജീവിതമില്ല എങ്കിൽ ദൈവകൃപയിൽ എനിക്ക് വളരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വളരണമെങ്കിൽ, ആത്മാവിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കണമെങ്കിൽ, കൃപയിൽ ഞാൻ വളരണമെങ്കിൽ പാപം ഇല്ലാത്തൊരു ജീവിതം നയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ എല്ലാവരും ബലഹീനരാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ബലഹീനത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഫിനിഷ്ഡ് സാക്രിഫൈസാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും പാപത്തിന് വേണ്ടി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല, ഇനിയും പാപത്തിന് വേണ്ടി മറ്റൊന്ന് കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. ആ പാപത്തിന് എന്ത് ആവശ്യമായിരുന്നുവോ അത് യേശുക്രിസ്തുവാകുന്ന ഏക യാഗത്തിൽ കൂടെ അത് പൂർണ്ണമാക്കപ്പെട്ടു. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഫിനിഷ്ഡ് സാക്രിഫൈസ്. നമ്മൾ ചിന്തിക്കുന്നത് വേഴ്സ് 25 and 26 കർത്താവായ യേശുവിന്റെ യാഗത്തിന്റെ 4 പ്രത്യേകതകൾ. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ഫിനിഷ്ഡ് സാക്രിഫൈസ്. 2, കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത വായിച്ചാൽ 26-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞ പോയിന്റിനെ വെച്ചിട്ട് ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറയുന്നു, അങ്ങനെയായാൽ മഹാപുരോഹിതൻ ആണ്ടുതോറും ബലി കഴിക്കുന്ന പോലെ, യാഗം കഴിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ യാഗവും ആവശ്യമായിരുന്നു എങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? അങ്ങനെയായാൽ അവൻ ലോകസ്ഥാപനം മുതൽക്കേ എന്ത് ചെയ്യേണ്ടിയിരുന്നു? എപ്പോഴും അറുക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെയായിരുന്നെങ്കിൽ ആവശ്യമായിരുന്നു. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ കൂടെ, പഴയ നിയമത്തിൻ്റെ യാഗത്തിൻ്റെ അതേ എഫക്റ്റേ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ. പഴയ നിയമത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന പോലെ എല്ലായ്പ്പോഴും യാഗം കഴിക്കേണ്ടത് ആവശ്യമായി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗം അങ്ങനെയല്ല. പിന്നെ എന്താ അവിടെ പറയുന്നത്? അങ്ങനെയായാൽ അവൻ ശ്രദ്ധിച്ചോണേ വേർഡ്, ലോകസ്ഥാപനം മുതൽ. എന്ന് ലോകം സ്ഥാപിക്കപ്പെട്ടുവോ? നിങ്ങൾക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 8. റെവലേഷൻ 13:8. റെവലേഷൻ 13:8 അവിടെ പറയപ്പെടുന്നു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുകയാണ്, യേശുക്രിസ്തു എന്ന് അറുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, ലോകസ്ഥാപനം മുതൽ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വിഷയം? നിങ്ങൾക്കറിയാം, മനുഷ്യനെ ഈ ലോകത്തിൽ ദൈവമാക്കുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടായിരുന്നെന്നും ദൈവമാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടതെന്നും അപ്രകാരമുള്ള ഭൂമിയിൽ ദൈവം കാലങ്ങൾക്ക് ശേഷമായിട്ട് മനുഷ്യനെ ഈ ലോകത്തിലാക്കിയെന്നും ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു വരുമ്പോൾ ദൈവം കൊടുത്ത കൽപ്പന മനുഷ്യൻ ലംഘിക്കും എന്ന് ദൈവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൽപ്പന ലംഘിക്കരുത് എന്ന് ദൈവം ആദമിനോട് പറഞ്ഞത്.
എന്നാൽ എന്ത് സംഭവിച്ചു? ആ കൽപ്പന ലംഘിച്ചത് മുഖാന്തരമായിട്ട് ദൈവം പിശാചിനോട് ഇപ്രകാരം പറയുണ്ടായി, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഇവിടെ ഓൾറെഡി ദൈവത്തിൻ്റെ പ്ലാനിങ് നമ്മളിവിടെ കാണുകയാണ്. എന്താ ദൈവം കണ്ടൊരു പ്ലാനിങ്? ആദം പാപം ചെയ്ത മുഖാന്തരമായിട്ട് ഹോൾ മാനവജാതി പാപത്തിന് കീഴിൽ ആയിത്തീർന്നപ്പോൾ അതിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച ഒരു ദൈവം ആഗ്രഹിച്ചപ്പോൾ തന്നെ ദൈവം ഒരു കാര്യം നേരത്തെ പറയുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോൾ ഈ പിശാചിന് ഈ ജനത്തിന്മേൽ, ആദാമ്യ സന്തതിയുടെ മേൽ അധികാരമുള്ള സമയമെന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതി തല തകർക്കുന്നത് വരെ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി, സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ എഴുന്നേറ്റ് അവൻ നിന്റെ തല തകർക്കും എന്ന് കൽപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു അന്ന് അറുക്കപ്പെട്ടിട്ടില്ല. പിന്നീട് എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിനെ നമ്മളിവിടെ കാണുകയാണ്. ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ തന്നെ ദൈവത്തിന് എന്തും അറിയാം, അവസാനം അറിയാം. അപ്പോൾ ദൈവം ആദിയിൽ തന്നെ അവസാനം അറിയുന്നുവെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതം തുടങ്ങിയ, കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് ഏശാവ് ജനിക്കുന്നതിന് മുമ്പ് അവർ ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം ഏശാവിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഏശാവിനെ തള്ളി യാക്കോബിനെ തിരഞ്ഞെടുത്തു. എന്താ ദൈവം ചെയ്തത്? ഒരു തെറ്റല്ലേ? വാസ്തവത്തിൽ ദൈവം ചെയ്തത് തെറ്റല്ല. കാരണം ദൈവം മൂത്ത മകനായിട്ട് ജനിക്കുവാൻ തക്കോണം ഏശാവിനെ അലവ് ചെയ്തപ്പോൾ ആ ഏശാവിന് തന്നെ മൂത്ത മകൻ്റെ സകല അധികാരവും ദൈവം കൊടുത്തു. എന്നാൽ ദൈവം ഈ ഏശാവ് ജനിക്കുന്നതിന് മുമ്പ് ഏശാവ് എന്താകും എന്നുള്ളത് ദൈവം കണ്ടു. ദൈവം എന്താണ് എന്തെന്നുള്ളത് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ ആ മുന്നറിവിൽ കൂടെയാണ് ദൈവം ഈ വേർഡ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടല്ല ദൈവം പറയുന്നത്. ഇവിടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു തിരഞ്ഞെടുക്കുക. എന്താ തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം? ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ ഈ രണ്ടുപേരുടെ എൻഡ് എന്താകുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നന്നായിട്ട് മനസ്സിലാക്കി. അന്ന് ദൈവം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ഏശാവ് അവൻ്റെ മുൻപിൽ ഒരു പരീക്ഷ കടന്നു വരുമ്പോൾ എന്നോടുള്ള അവൻ്റെ ബന്ധം വിട്ടേച്ച് ചുവന്ന പായസം തിരഞ്ഞെടുക്കുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി. ദൈവം മുന്നമേ അതറിഞ്ഞു. പക്ഷെങ്കിൽ ദൈവം അത് മുൻനിശ്ചയിച്ചതല്ല. മുൻനിശ്ചയിച്ചതായിരുന്നുവെങ്കിൽ there is no option. അവനിൽ യാതൊരു ഓപ്ഷനുമില്ല. ദൈവത്തിന് ചില നിശ്ചയങ്ങളുണ്ട്. ആ മുൻനിശ്ചയത്തെ ഒരു വ്യക്തിക്ക് പോലും ചേഞ്ച് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിന് മുൻനിശ്ചയമായിരുന്നു ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയക്കുമെന്നുള്ളത്. അത് ദൈവത്തിന് മുൻ നിശ്ചയമാണ്. ഇറ്റ് ഈസ് കൺഫേംഡ്. ആ കൺഫേംഡ് ആയിരിക്കുന്ന കാര്യത്തിന് ഒരു മാറ്റവും ആർക്കും വരുത്തുവാൻ സാധ്യമല്ല. ദൈവം തൻ്റെ വാക്ക് പോലും മാറ്റുകയില്ല. എന്നാൽ ഇവിടെ അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ദൈവം മുന്നമേ അറിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഏശാവ് എന്താകും എന്നറിഞ്ഞു. ഇവിടെ അതേ കാര്യം നമ്മളിവിടെ കാണുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്നെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, നാളുകൾക്ക് ശേഷമാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നും അവനെ ഞാൻ ഏദൻ തോട്ടത്തിലാക്കുമെന്നും ഏദൻ തോട്ടത്തിലാക്കപ്പെടുന്ന മനുഷ്യൻ പാപം ചെയ്യുമെന്നും പാപം മുഖാന്തരമായിട്ട് മാനവജാതി മുഴുവൻ പാപത്തിന് കീഴിലാകുമെന്നും ആ പാപത്തിന് കീഴിലാകുന്ന മാനവജാതിയെ രക്ഷിപ്പാൻ ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമെന്നുള്ളത് അത് നേരത്തെ നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആ മുൻ നിശ്ചയത്തെ കാലങ്ങൾക്ക് മുൻപ്, കാലങ്ങൾ ശേഷമായിട്ട് ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിനെ അറുക്കുവാൻ തക്കവണ്ണം ദൈവം പ്ലാൻ ചെയ്തത് 2000 കൊല്ലങ്ങൾക്ക് മുൻപല്ല, പിന്നെയോ ലോകസ്ഥാപനത്തിങ്കൽ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ലോകസ്ഥാപനത്തിങ്കൽ തന്നെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകസ്ഥാപനത്തിങ്കൽ തന്നെയാണ് യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ, അല്ലെങ്കിൽ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു മരിക്കുവാൻ ദൈവം തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനത്തിൻ്റെ അനുസരണമായിട്ടാണ് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നത്.
എന്തുകൊണ്ട് യേശു ഇപ്പോൾ യാഗമായി? നിങ്ങൾ മനസ്സിലാക്കണം, ലോകസ്ഥാപനത്തിങ്കൽ നിശ്ചയിച്ചൊരു നിശ്ചയം എന്തുകൊണ്ട് ലോകസ്ഥാപനത്തിങ്കൽ നടത്തിയില്ല? ശ്രദ്ധിക്കണേ നിങ്ങൾ എന്നോടുകൂടെ. ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇത്രയും ഈ പണിയൊക്കെ കാണിച്ചു ഈ മനുഷ്യനെ കൊണ്ട് ഈ മൃഗത്തെ കൊല്ലാനും ഈ സമാഗമന കൂടാരമൊക്കെ പണിയാനൊക്കെ എന്തിനാ ദൈവം പോയത്? ദൈവം ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? യേശുക്രിസ്തുവിനെ അങ്ങ് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. മനുഷ്യൻ ഇത്രയും യാഗങ്ങളും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ യാഗമായി കൊടുത്ത സമയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ ലോകാവസാനത്തിങ്കൽ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം യാഗമായി കൊടുത്തത് ലോകത്തിൻ്റെ ദി എൻഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ അവസാനത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം യാഗമായി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുത്ത സമയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനവും ഇമോഷൻ കൊണ്ട് ദൈവം ചെയ്യാറില്ല. ദൈവം എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിങ്ങോടുകൂടെ ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സമയം ദൈവം നിശ്ചയിച്ച് അതിൻ്റെ വിടുതലും ദൈവം നിശ്ചയിച്ചിട്ടാണ് ദൈവം കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഇമോഷണൽ കൂടെ നമ്മൾ ചെയ്യും. ദൈവം അതല്ല ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പദ്ധതിയെക്കുറിച്ച് ദൈവം വെൽ പ്ലാൻഡ്, അത് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിക്കുവാൻ തക്കവണ്ണം ലോക അവസാനത്തിൽ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിങ് ആയിരുന്നു. ദാറ്റ് വാസ് ഹിസ് പ്രോപ്പർ ടൈം. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് അത് പ്രോപ്പർ ടൈമിലാണ്. നോട്ട് ചെയ്താട്ടോ, ഇൻ ഡ്യൂ ടൈം, ഇൻ പ്രോപ്പർ ടൈം. എന്താണ് ആ പ്രോപ്പർ ടൈം? ആ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി വേൾഡ്, ലോകാവസാനത്തിങ്കൽ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, എന്തുകൊണ്ട് ദൈവം ആദ്യമായിട്ട് ഈ യാഗം ചെയ്യാതെ അവസാനത്തിലേക്ക് ചെയ്യുവാൻ കാരണമായി തോന്നും? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ മനസ്സിലാക്കുവാൻ തക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ആരെന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും വെച്ച് നമ്മൾ പുകഴുന്ന മനുഷ്യരായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഇത് ദൈവമാണ് തന്നത് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ, ഇത് ദൈവമാണ് അനുഗ്രഹിക്കുന്ന പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ സെൽഫായിട്ട് നമ്മൾ എക്സോൾട്ട് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. നോർമലി അതാ സംഭവിക്കുന്നത്. എന്നാൽ ദൈവം ഒരു കാര്യം മനുഷ്യനെ പഠിപ്പിച്ചു, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ വിടുവിക്കപ്പെടുവാൻ ഈ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ദൈവം നാളുകൾക്ക് മുമ്പ് ആദാം പാപം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു കാണിക്കുന്ന ആദാമിനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നെ, അത് റിവീൽഡ് അല്ല എങ്കിലും അതൊരു മിസ്റ്റീരിയസ് വേർഡാണ് എങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദമിനെ ദൈവം ഒരു തോലെടുത്ത് ഉടുപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു മൃഗത്തെ കൊല്ലേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു തോലെടുത്തെന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ മൃഗമാണോ അവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഉടുപ്പിച്ചത് ഒരു തോലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം ആദ്യം തന്നെ ഒരു യാഗം കൊണ്ടുവച്ചു. എന്നാൽ ഈ യാഗം കൊണ്ട് എന്ത് സാധ്യമായില്ല. കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി, ദൈവം സമാഗമന കൂടാരം എറക്റ്റ് ചെയ്തു. എന്നിട്ടും ദൈവം യാഗങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപവുമായിരിക്കുന്ന ബന്ധത്തിൽ എന്നേക്കുമായിട്ട് വിടുതൽ മനുഷ്യന് പ്രാപിച്ചില്ല. ദൈവത്തിനൊരു കൺക്ലൂഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണമായിരുന്നു. എന്താണ് ദൈവം ആഗ്രഹിച്ച കൺക്ലൂഷൻ? ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. റോമൻസ് ചാപ്റ്റർ 3, Romans chapter 3 verse number 9. So no. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? ആശേഷമില്ല. എന്ത്? താഴെ യഹൂദന്മാരും 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് അവിടെ സമർത്ഥിക്കുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ താൻ അവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും
ഇസ്രായേൽ മക്കൾ അല്ലാത്തവരെല്ലാവരും പാപികളായി തീർന്നു, അവരെല്ലാവരും വിഗ്രഹാരാധികളായി തീർന്നു. അത് കാരണം ദൈവം അവരോട് കാണിച്ച എന്തെങ്കിലും ഒരു വേഗത്യമല്ല, അവർ തന്നെ പാപികളായി തീർന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നു യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയില്ല, അവരും പാപികളായി തീർന്നു. അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് താൻ കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവരാൻ അവസാനിപ്പിക്കുന്ന വേർഡ് ഇതാണ്, ആകയാൽ എന്ത്? യഹൂദന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, യവനന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്നിട്ട് തൻ്റെ കൺക്ലൂഷൻ അവിടെ വെക്കുകയാണ്, എല്ലാവരും ആരായിത്തീർന്നു? അപ്പോൾ ഒരു കാര്യമാണ് ദൈവത്തിന് അവിടെ വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നത്, മനുഷ്യ നിന്റെ കൈ കൊണ്ട്, നിന്റെ ബലം കൊണ്ട് നിനക്കിതിൽ നിന്ന് വിടുതലില്ല. സ്വയമായിട്ട് രക്ഷപ്പെടുവാൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പാപത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ പാപം ഒരു ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും. ആ ചെളിക്കുട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി അവൻ എത്രമാത്രം സെൽഫായിട്ട് വെളിയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനനുസരണമായിട്ട് ചെളിയിൽ താണു പോകത്തേയുള്ളൂ. അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മറ്റാരെങ്കിലും വെളിയിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ച് കരകയറ്റണം. ഇല്ലാതെ ഒരു രീതിയിലും അവനെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, പാപത്തിൻ്റെ ഭയാനകത്വം അവിടെയാണ്. എവിടെയെല്ലാം പോയി നീ മുങ്ങിയാലും നിന്റെ പാപം ശുദ്ധീകരിക്കപ്പെടത്തില്ല. നീ എന്തെല്ലാം കൃത്യങ്ങൾ ചെയ്താലും നിന്റെ പാപം ശുദ്ധീകരിക്കപ്പെടത്തില്ല. എവിടെയെല്ലാം കൊണ്ട് ദാനങ്ങൾ കൊടുത്താലും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ല. കാരണം പാപം ആസിറ്റീസ് നിന്നിൽ തന്നെ കിടക്കുക. ഈ പാപം വെളിയിൽ പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല. ഈ പാപത്തെ ഒന്ന് മാറ്റിക്കളയുവാൻ ഒരു മാർഗവുമില്ല. കാരണം ഈ പാപം മാറ്റപ്പെടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പാപത്തിന് ശമ്പളം മരണം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുക? മനുഷ്യൻ അവൻ്റെ പാപത്തിന് വേണ്ടി മരിക്കേണ്ടത് ആവശ്യമാണ്. അതോടുകൂടെ അവൻ്റെ ലൈഫ് തീർന്നു. കാരണം അവൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ മരിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. അവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം അവൻ അനുഭവിച്ചു. ഈ മരണമെന്ന് പറഞ്ഞ് ലോകത്തിലെ മരണമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇറ്റേണൽ ഡെത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിത്യമാർഗ നരകത്തിന് അവൻ യോഗ്യനായി. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ മനുഷ്യൻ്റെ കഴിവ്, ദൈവം വെച്ചു കൊടുത്തതായിരിക്കുന്ന മാർഗങ്ങൾ, ദൈവം പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന മുഖാന്തരങ്ങൾ, ഈ സകല മുഖാന്തരങ്ങളും മനുഷ്യൻ നോക്കിയിട്ടും അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വന്നു, ഞങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദൈവത്തിന് ആവശ്യമായിരുന്ന മനുഷ്യ, നിൻ്റെ നാവിൽ കൂടെ അതൊന്ന് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. സ്വയമായിട്ട് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന് യേശുക്രിസ്തുവിനെ ആദ്യമേ അയക്കാമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അയക്കുന്ന ഒരല്പം താമസിപ്പിച്ചു. എന്താ? മനുഷ്യ, നിൻ്റെ അവസ്ഥ എന്തെന്ന് വ്യക്തമായിട്ടത് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ യേശുക്രിസ്തു ലോക സ്ഥാപനത്തെങ്കിൽ അറക്കപ്പെട്ടുവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ദൈവത്തിൻ്റെ ഫോർ പ്ലാനിങ്, ദൈവത്തിൻ്റെ മുന്നമേ ഉള്ളതായിരിക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി മുഖാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമകാലത്തിൽ ഒരു വ്യക്തി, പാപിയായിരിക്കുന്ന വ്യക്തി ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കുന്ന ഒരു മൃഗവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവനും കൂടെ മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ മൃഗമല്ല എൻ്റെ പാപത്തെ കഴുകിക്കളയുന്നത്, സ്ത്രീയുടെ സന്തതിയാണ് എൻ്റെ പാപത്തെ കഴുകിക്കളയുന്നത്. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. അവർ മുൻപോട്ട് നോക്കി, ഒരു സ്ത്രീയുടെ സന്തതി വരുന്നത് അവർ കണ്ടു. അവർ കണ്ടിട്ടാണ് അവർ ചെയ്യുവാനിടയായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ അവർ വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു. അതാണ് സന്തതി. സ്ത്രീയുടെ സന്തതിയിൽ വിശ്വസിക്കുന്നതാണ് അവരുടെ പാപത്തിന് വിടുതലായി തീർന്നത്. ഇത് പഴയ നിയമത്തിൻ്റെ ഭക്തന്മാരതായിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ സകല കഴിവും, ദൈവം വെച്ചു കൊടുത്ത സകല വ്യവസ്ഥകളും, ദൈവം വെച്ചു കൊടുത്തുമായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന മാർഗങ്ങൾ മനുഷ്യൻ തന്നെ തോൽപ്പിച്ചു കൊടുത്ത സ്ഥാനത്ത് ഇല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല, ഇനിയും ഈ പാപത്തിൽ രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലെന്ന് രണ്ട് കൈയുമിട്ട് അടിച്ച് മനുഷ്യൻ വെളിപ്പെടുത്തിയപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ആ പ്രോപ്പർ ടൈം, ആ ഡ്യൂ ടൈം, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെടേണ്ട ആവശ്യം വന്നില്ല. കൂടെ വന്ന് ക്രൂശിക്കപ്പെടേണ്ട ആവശ്യം വന്നില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ലോകാവസാനത്തെങ്കിൽ ഒരൊറ്റ യാഗം കൊണ്ട്, ഒറ്റ യാഗമേ ചെയ്തുള്ളൂ. ആ ഏക യാഗം കൊണ്ട് പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ കാരണമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത ആയിരുന്നു ഇൻ പ്രോപ്പർ ടൈം. അതിൻ്റെ തക്ക സമയത്ത്
ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ലോകത്തിൽ ദൈവം നമുക്ക് എന്താവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ടോ അത് മുഴുവൻ ദൈവം എനിക്ക് നൽകിത്തരും. ഒരൊറ്റ നന്മ പോലും അവൻ മുടക്കുകയില്ല. എന്നാൽ ഒരല്പ ദിവസങ്ങൾ മുൻപോട്ട് നീങ്ങിയെന്നിരിക്കും. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ഡ്യൂ ടൈമിലാണ്. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം, ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തിയും വെളിപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ വാവിട്ട് നിലവിളിക്കണം. എന്താ നിലവിളിക്കേണ്ടത്? എൻ്റെ ദൈവമേ, എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അനുഗ്രഹവും നിങ്ങൾ നെയിം ഇറ്റ്, എന്തും നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക, നിങ്ങൾക്കത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും. പക്ഷെ ഒരവസ്ഥയിലേക്ക് കടന്നു വരണം. യാബോക്ക് നദിയുടെ തീരത്ത് നിന്ന് ദൈവത്തിന് മുൻപാകെ വാവിട്ട് നിലവിളിച്ചതുപോലെ ഇതുവരെ തൻ്റെ ജഡത്തിൽ തന്നെ ആശ്രയിച്ച്, തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച്, തൻ്റെ സാമർത്ഥ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ അതെല്ലാം കൊണ്ട് മാറ്റിവെച്ച് എൻ്റെ ദൈവമേ, നീ അല്ലാതെ എന്നെ രക്ഷിപ്പാൻ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ദ ഡ്യൂ ടൈം. ദൈവത്തിൻ്റെ പ്രോപ്പർ ടൈമിങ് അവിടെയാ. ദൈവത്തിൻ്റെ തക്ക സമയം അവിടെയാ. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ പോലും അവൻ മുടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരട്ടർ ഡിപ്പെൻഡൻസ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിൽ ഞാൻ പരിപൂർണമായി ദൈവത്തിൽ ഞാൻ പരിപൂർണമായിട്ട് ആശ്രയിക്കാതെ എൻ്റെ കഴിവുകൾ ഏതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കണം. തിരുവചനം നിങ്ങൾ എടുത്ത് പഠിക്ക്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഓരോരുത്തരെയും നിങ്ങൾ എടുത്ത് പഠിക്ക്. അവരുടെ എല്ലാവരുടെ ജീവിതത്തിലുള്ള സത്യം കാണുവാൻ സാധിക്കും. എപ്പോൾ അവർ സമ്മതിച്ചുവോ, അവരുടെ വാക്കുകൊണ്ടല്ല അവരുടെ ഹൃദയം കൊണ്ട് സമ്മതിച്ചു, എൻ്റെ ദൈവമേ, നീ അല്ലാതെ എന്നെ രക്ഷിപ്പാൻ മറ്റാരുമില്ലെന്ന് എന്ന് അവരുടെ ഹൃദയം കൊണ്ട് സമ്മതിച്ചു കൊടുത്തുവോ, അന്ന് ദൈവം അവരെ വിടുവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഡ്യൂ ടൈം അവിടെയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യോസെഫിനെ മുന്നമേ അയച്ചു, കാരാഗ്രഹത്തിൽ കൊണ്ടാക്കി. എവിടെ വരെ? ദൈവത്തിൻ്റെ ദാസൻ സങ്കീർത്തനക്കാരൻ 105 സങ്കീർത്തനം 18-19 നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. വാക്യപ്രകാരം പറയുന്നു, അവർ ഒരു സമയം വരെ യോസെഫിനെ ഇരുമ്പ് ചങ്ങലയിൽ കുടുക്കി. ഏത് സമയം വരെ? അവിടെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തിൻ്റെ വചനം അവന് കൂടെ നിവർത്തിയാകുകയും യഹോവയുടെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളും. അതായിരുന്നു യോസെഫിൻ്റെ വിടുതലിൻ്റെ സമയം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വിടുതലിൻ്റെ സമയം എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? എൻ്റെ വിടുതലിൻ്റെ സമയം എൻ്റെ കയ്യിലാണെന്ന്. ഞാൻ പറഞ്ഞതിന് മറ്റൊന്നുമല്ല, വിടുവിക്കപ്പെടണമെങ്കിൽ ഞാൻ അട്ടർലി ദൈവത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് ഡിപ്പെൻഡ് ചെയ്താൽ ഇന്നെൻ്റെ വിടുതല. ഞാൻ നാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതെങ്കിൽ എൻ്റെ വിടുതൽ നാളെ നടക്കത്തുള്ളൂ. അല്ല, ഒരു കൊല്ലം കഴിഞ്ഞാണ് എൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് സാധാരണ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യിപ്പിക്കുന്നറിയാമോ? അവൻ്റെ പൊങ്ങിയും താണുമുള്ളതായിരിക്കുന്ന സകല മസിലും ഒന്ന് ഉടഞ്ഞ് അവൻ്റെ ഒന്നും ഒരു ശക്തിയും ഇല്ലാതെയായി അവനെക്കൊണ്ട് ദൈവം ഒരു മുട്ടുകളെ മടപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ അവരുടെ വിടുതൽ. എൻ്റെ സഹോദര, ഈ മസിൽ പിടിക്കാതിരിക്കാമെങ്കിൽ നേരത്തെ ദൈവത്തിന് വിടുതൽ അനുഭവിക്കുവാൻ സാധിക്കും. മനസ്സിലാകുന്നോ? ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലാകുന്നോ? നമ്മൾ പലപ്പോഴും മസിൽ പിടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അനുഗ്രഹം മുൻപോട്ട് പോകുന്നത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, പൂർണ്ണമായ ഡിപ്പെൻഡൻസ്. ഇതിന് ഇന്ന് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ ദൈവമേ, എന്നെ രക്ഷിപ്പാൻ മറ്റാരുമില്ല, എന്നെ സഹായിപ്പാൻ മറ്റാരും, ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു കോർട്ടിനോ ഒരു ജഡ്ജിനോ എന്നെ സഹായിപ്പാൻ സാധ്യമല്ല, നീയേ ഉള്ളൂ എന്നെ സഹായിപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് വരുമെന്നറിയാമോ? അവിടെയാണ് വാവിട്ടെന്നുള്ള നിലവിളി കടന്നു വരുന്നത്. അതുവരെ നിലവിളി വരത്തൊന്നുമില്ല. അതുവരെ പൊത്തുവരുത്ത പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു അട്ടർ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ വരുമ്പോൾ അവിടെയാണ് വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങുന്നത്. ആ സമയമായിരിക്കും അനുഗ്രഹത്തിൻ്റെ ദിവസം. അപ്പോൾ ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തിയും ഇൻ ഡ്യൂ ടൈമാണ്, ഇൻ പ്രോപ്പർ ടൈമാണ്. ദൈവത്തിന് ആ സമയത്തിന് യാതൊരു കരങ്ങളുയ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം ആ ഡ്യൂ ടൈമിൽ, ആ പ്രോപ്പർ ടൈമിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ആ ഡ്യൂ ടൈം, ഇൻ പ്രോപ്പർ ടൈം. ദൈവത്തിന് മുൻപിൽ ഏതാണ് അതിൻ്റെ തക്ക സമയം, എന്താണ്, എവിടെയാണ് ചെയ്തത്? പക്ഷെങ്കിൽ അവിടെ വരേണ്ടിയപ്പോൾ
ദൈവം ഒരവസ്ഥയിലേക്ക് സകല മനുഷ്യരെയും കൊണ്ടുവന്നു. എന്തുവാ കൊണ്ടുവന്നത്? നിങ്ങൾക്കാർക്കും സ്വയമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ, 3 റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 22 കൂടെ. ഒരു വ്യത്യാസമില്ല. അവിടെയാണത് കൺഫേം ചെയ്ത്. ഒരു വ്യത്യാസമില്ല. ദൈവം ഏതവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നു, പല മാർഗം ദൈവം വെച്ചു. പക്ഷെങ്കിൽ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തണമായിരുന്നു എന്താണ് മനുഷ്യന് ജീവൻ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്. ലോകാവസാനത്തിങ്കൽ ആ ഡ്യൂ ടൈമിൽ, ആ പ്രോപ്പർ ടൈമിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയോണം, ആ സമയത്ത് ഒരു വിടുതൽ നടക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാർ എന്തു കണ്ടു? മുൻപോട്ട് നോക്കി. എങ്ങോട്ടാണ് നോക്കിയത്? സ്ത്രീയുടെ സന്തതിയെ നോക്കി. പുതിയ നിയമ ഭക്തന്മാർ പിന്നോട്ട് നോക്കി. എന്തോ കണ്ടു? എൻ്റെ പാപത്തിന് വേണ്ടി യേശു യാഗമായത്, സ്ത്രീയുടെ സന്തതി യാഗമായത്. അപ്പോൾ മുൻപിലും പിൻപിലും നോക്കിക്കൊണ്ട് അവർ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു, അവർ വിടുവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്തിനോ പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല. പിന്നീട് എന്താ അവർ മനസ്സിലാക്കിയത്? അതിനാണ് ദൈവം ആ ഡ്യൂ ടൈമിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചത് ഇൻ ഡ്യൂ ടൈം. 3-ാമത്തെ പ്രത്യേകത വായിച്ചിട്ട് അതിൻ്റെ 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. പാപപരിഹാരം വരുത്തുവാൻ ദ പെർഫെക്റ്റ് വർക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള പ്രവൃത്തി, എ പെർഫെക്റ്റ് വർക്ക്. എന്താ അവിടുത്തെ പെർഫെക്റ്റ് വർക്ക്? അപ്പിയേർഡ് ടു പുട്ട് അവേ സിൻ. പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതാണ് പെർഫെക്റ്റ് വർക്ക്. പെർഫെക്റ്റ് വർക്ക്. വായിച്ചാട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 29. യോഹന്നാൻ സ്നാപകം കണ്ടിട്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിങ്ങൾ മനസ്സിലാക്കണം, ദ വൺ ഹു ടേക്ക് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പാപം ചുമക്കുന്നു. അപ്പോൾ കർത്താവായ യേശു എന്ത് ചെയ്തെന്നാ പറഞ്ഞത് അവിടെ? ലോകത്തിൻ്റെ പാപം ചുമന്നു എന്ന് പറഞ്ഞാൽ എന്തില്ല? 2 കാര്യങ്ങളാണ് അവിടെ വന്നത്. ഒന്ന്, ഒരു മനോഹരമായിരിക്കുന്ന ഒരു വേട്ടക്കാരൻ പറവുകൾ ഒത്തിരി പറക്കുന്ന കണ്ട് നന്നായിട്ടൊരു വലയൊക്കെ വിരിച്ച് അതിനകത്ത് ചില ഫുഡൊക്കെ വിതറി കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നറിയാമോ? ഈ പറവകൾ വന്നോ ഇത് തിന്നണം. പറവകൾക്കിത് അറിയത്തില്ല. അത് പറന്നു വന്നോ ഈ താഴെ കിടക്കുന്ന ഫുഡ് കഴിക്കുവാനായിട്ട് വന്നു. ഫുഡ് കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതുങ്ങൾ ഒരു കണിയിൽ അകപ്പെട്ടു. ഈ കണിയിൽ അകപ്പെട്ട ഈ പറവയെ രക്ഷിക്കുന്ന ഒരു ദൈവം. അതാണ് ഔട്ട് ഓഫ് സിൻ. ആ പാപത്തിൽ ഞാൻ അകപ്പെട്ടു. അകപ്പെട്ടതിനകത്തുനിന്നോ ദൈവം എന്നെ കരകയറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ കടന്നു വരുന്നുവോ, ഏതെല്ലാം പാപത്തിനോ ഞാൻ അടിമപ്പെട്ടുവോ, അല്ലെങ്കിൽ എന്തെല്ലാം പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ, ഞാൻ ആ പാപത്തിൽ അകപ്പെട്ടുവെങ്കിൽ എൻ്റെ കർത്താവ് ആ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനാണ്. എങ്ങനെയാണ് എന്നെ രക്ഷിക്കുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇതുകൊണ്ട് മാത്രം ഒതുങ്ങിയില്ല. ഇത് പഴയ നിയമ ഭക്തന്മാരുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ പുതിയ നിയമ ഭക്തന്മാർക്ക് വേറെ പ്രത്യേകത ദൈവം കൊടുത്തു. അവരുടെ പാപത്തിൽ അകപ്പെടാതെ വണ്ണം ദൈവം അവരെ കാത്തു. ഇപ്പോൾ ഈ പറവ മനസ്സിലാക്കി ഇതിൻ്റെ മുൻപിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫുഡ് വെച്ചിരിക്കുന്നത് അതൊരു കണിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് അകപ്പെടണമെന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു വയ്ക്കുന്ന പാപത്തിൻ കീഴിൽ കിടന്നു പോയെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ ആഗ്രഹം അതല്ല. പാപം മുൻപിൽ കണ്ട് അതിൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറഞ്ഞത്. അവർക്ക് ബുദ്ധിയുപദേശത്തിനായി അവർക്ക് വായിച്ചിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 Corinthians chapter 10 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വേഴ്സ് 11.
ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഈ ആപത്തൊക്കെ സംഭവിച്ചത് എങ്ങനെയായിരുന്നു? ദൃഷ്ടാന്തമായിട്ട്. അവർക്കൊരടയാളം, അവരുടെ മുൻപിലാണ് അത് സംഭവിച്ചത്. അവർ കണ്ടുകൊണ്ടിരിക്കുക. ദ്രവ്യാഗ്രഹം ചെയ്തു, അവർ പാപം ചെയ്തു. ദുർമോഹം ചെയ്തു, അവർ പാപത്തിന് കീഴിലായി. അവിശ്വസിച്ചു, അവർ കൊല്ലപ്പെട്ടു. പിറുവിറുത്തു, ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ മുൻപിൽ ഇത് കാണുവാൻ ഇടയായിത്തീർന്നത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട്. അന്ന് മരുഭൂപ്രയാണം ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അത് കൊടുത്തത്. കുഞ്ഞെ, നീ പിറുവിറുത്താൽ നീയും അവരെ പോലെ നശിച്ചു പോകും. നീ വിഗ്രഹാരാധനയിൽ പോയാൽ അവരെ പോലെ നീ നശിച്ചു പോകും. എന്നാൽ നമുക്കെന്തിനാ അത് തന്നിരിക്കുന്നത്? താഴത്തെ വാക്യം, താഴെ അതേ വാക്യം താഴോട്ട്. നമുക്കോ ആ വാക്യം വേണം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കിത് എന്താകണം? ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ, അന്ന് കണ്ടത് ഇന്ന് ഞാൻ കണ്ടാൽ ഞാൻ മനസ്സിലാക്കിയോണം. അന്ന് പിറുപിറുത്തവർ നശിച്ചു പോയെങ്കിൽ ഇന്ന് പിറുപിറുത്താൽ ഞാനും. ഇത് നമുക്ക് ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്? പാപത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ. ഞാൻ അകപ്പെടേണ്ട കാര്യമില്ല, പാപത്തിന് കീഴിൽ ഞാൻ കിടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം. പക്ഷേ അതിനെന്തു വേണം? എനിക്കത് ബുദ്ധി ഉപദേശമായി തീരണം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പോഷൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ കൂടെ കുഴിയിൽ വീഴുക എന്നുള്ളത്. ഒരു ദിവസം രാവിലെ കണ്ടു, വഴിയിൽ കൂടെ കടന്നു പോയപ്പോൾ ഒരു കുഴി കണ്ടു. അടുത്ത ദിവസവും നമുക്കറിയാം, നാട്ടിൽ തീർച്ചയായിട്ടും ആ കുഴി അവിടെ കാണും. ആദ്യത്തെ ദിവസം കുഴിയിൽ വീണെങ്കിൽ രണ്ടാമത്തെ ദിവസം ആ കുഴിയുടെ വാതിൽക്ക് നോക്കാതെ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം വീഴും, മൂന്നാമത്തെ ദിവസവും അതിൽ തന്നെ വീഴും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം? പോഷനാണ്. ഒന്നാമത്തെ ദിവസം കുഴിയിൽ വീണുവെങ്കിൽ നീ മനസ്സിലാക്കണം, നാളെ അതുവഴി നടക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഒരു കുഴിയുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ നീ വീഴുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണേ, ആത്മീയമായിട്ട് നിങ്ങൾ വിവേചിച്ചോണേ. നമ്മൾ പലപ്പോഴും പോഷനെ പോലെ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവരാ, ഒരേ കുഴിയിൽ വീണ്ടും വീണ്ടും വീഴുന്നവരാ. കാരണം അത് ഒരു പോഷൻ്റെ ലക്ഷണമാണ്. ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നെ മുൻപോട്ട് നയിക്കണം. കഴിഞ്ഞ നാളുകൾ ദൈവമക്കളെ നടത്തിയ അവരുടെ എക്സ്പീരിയൻസ് പാപം ചെയ്യാതെ എന്നെ മുൻപോട്ട് നടത്തണം. ഇതിനാണ് സാക്ഷ്യങ്ങളുടെ ആവശ്യം. ഇതിനാണ് ദൈവമക്കളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നത്. ഇതിനാണ് വേദപുസ്തകം പഠിക്കാൻ പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ? നാളെ ഒരു കുഴി മുൻപിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പെറുപെറുപ്പിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് പെറുപെറുത്താർക്ക് ജനം നശിച്ചു പോയെങ്കിൽ, മരിച്ചു പോയെങ്കിൽ, ഇന്ന് ഞാൻ പെറുപെറുത്താൽ എൻ്റെ അവസ്ഥ എന്തുവാ? മരണമാണ്. അതിൽ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെറുപെറുക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അത് എനിക്ക് എന്തായിരിക്കും? ഒരനുഗ്രഹമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം? ആ യാഗത്തിൻ്റെ പ്രത്യേകതയെ നമ്മൾ കണ്ടത് ഒരു പെർഫെക്റ്റ് വർക്ക്, ഒരു പൂർണ്ണ യാഗമായിരുന്നു. എന്താ യാഗത്തിൻ്റെ പ്രത്യേകത? പാപ പരിഹാരം വരുത്തി, പാപത്തിൻ്റെ പരിഹാരം വരുത്തി. അത് പൂർണ്ണമായിട്ടത് സാധിപ്പിച്ചു, അത് കംപ്ലീറ്റ് ആയിട്ട് നിറവേറ്റി. ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമകാലത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്തിൽ കൂടെ അത് പരിപൂർണമാക്കപ്പെട്ടു. എന്തുവാ പരിപൂർണമാക്കപ്പെട്ടത്? പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തി. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് പാപങ്ങളെ കാണുമ്പോൾ നോ എന്ന് പറയാനായിട്ട് പറ്റണമെങ്കിൽ മാനുഷികമാർക്ക് ശക്തി കൊണ്ട് സാധ്യമല്ല. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നത്. ദൈവശക്തി പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന് അവരുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ, ആ പാപത്തെ അവർ കാണുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്റ്റേറപ്പ് ചെയ്യും. എന്തിനാണെന്നറിയാം? കുഞ്ഞെ, അതിൽ നിന്ന് ജയമെടുക്കുവാൻ. തെറ്റ് വരത്തില്ലെന്നല്ല പറഞ്ഞു വരുന്നത്, വരും, വീഴ്ചകൾ കടന്നു വരും. പക്ഷെങ്കിൽ എപ്പോഴും അത് ആവർത്തിക്കത്തില്ല. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അന്യായമായിരിക്കുന്ന കെട്ടുകളെ എല്ലാം അവിടെ പൊട്ടിച്ചു കളയുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഒരു പെർഫെക്റ്റ് വാക്കായിരുന്നു. നാലാമത് പെട്ടെന്ന് അതേ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചോട്ടെ. 9:26. ലോകാവസാനത്തിൽ
സ്വന്തം യാഗം കൊണ്ട് പാപം വരുത്താൻ. ഇറ്റ്സ് എ പേഴ്സണൽ സാക്രിഫൈസ്. ഇറ്റ്സ് പേഴ്സണൽ സാക്രിഫൈസ്. പഴയ നിയമ യാഗങ്ങളെല്ലാം എന്തുവായിരുന്നു? പകരമായിരുന്നു. ആരും സ്വയമായിട്ട് ചെയ്ത യാഗമല്ല. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു മൃഗവുമായിട്ട് കടന്നു വരിക, അവന് വേണ്ടി മൃഗമാണ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇവിടുത്തെ യാഗത്തിൻ്റെ പ്രത്യേകത അതല്ല. അവൻ സ്വന്തം യാഗത്താൽ അവൻ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, കർത്താവായ യേശു ക്രിസ്തു പാപിയായതുകൊണ്ടല്ല ഏൽപ്പിച്ചു കൊടുത്തത്. അവൻ പാപമില്ലായിരുന്നു. എന്നാൽ സ്വന്തം യാഗം അവൻ കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നാം ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമില്ലാതിരുന്നപ്പോൾ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ പോ ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാടുണ്ടെന്ന് പറഞ്ഞ് നടന്ന സ്ഥാനത്താണ് ദൈവം യേശുവിനെ കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. വേർഡ്, ഞാൻ ശത്രുവായിരുന്നപ്പോൾ, ദൈവത്തോട് ഞാൻ എതിർത്ത് ജീവിച്ചപ്പോൾ, ദൈവത്തോട് ഞാൻ മറുതലിച്ച് ജീവിച്ചപ്പോൾ, ദൈവത്തിന് ഞാൻ ഒട്ടും കീഴ്പ്പെടാതെ മുൻപോട്ട് ജീവിച്ചപ്പോൾ, ആ പ്രത്യേകമായ സമയത്താണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്താ? സ്വന്തം യാഗം കൊണ്ട് സ്വയമായിട്ട് അവൻ യാഗമായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തു എന്ത് ആഗ്രഹിച്ചുവോ അത് ആ യാഗത്തിൽ കൂടെ പെർഫെക്റ്റ് ആക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിന് 4 പ്രാധാന്യതകൾ നമ്മൾ പഠിച്ചത്. 1, നമ്മൾ ചിന്തിച്ച് വന്നത് കർത്താവായ യേശുവിൻ്റെ യാഗം ഒരു ഫിനിഷ്ഡ് സാക്രിഫൈസ് ആയത്. 2, നമ്മൾ കണ്ടത് ഒരു പ്രോപ്പർ ടൈമിങ്. 3, നമ്മൾ കണ്ടത് ഒരു പെർഫെക്റ്റ് വർക്ക്. 4, കണ്ടത് എ പേഴ്സണൽ സാക്രിഫൈസ്. പ്രിയപ്പെട്ടവരെ, ഈ യാഗം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയമായിട്ട് യാഗമായി. നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇന്ന് പാപത്തിൽ നിന്ന് പരിപൂർണമായി ജയം തന്നിരിക്കുക, പാപത്തിൽ നിന്ന് പരിപൂർണമായി വിടുതൽ തന്നിരിക്കുക. ഞാൻ ഇനിയും പാപത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് പാപത്തിന് ജയമെടുക്കുവാൻ സാധിക്കും. ദൈവം എന്നെ ജയാളിയായി നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഇല്ല, പാപത്തോട് ഞാൻ നോ പറയുക. വീക്ക്നെസ് വരത്തില്ലെന്നല്ല, വരും. വന്നാലും വീണ്ടും ദൈവം ഭാഗപ്പോൾ ഏറ്റുപറ, ദൈവത്തോട് പാപത്തോട് നോ പറ. പക്ഷെങ്കിൽ ഒരു സമയം കടന്നു വരും, നമ്മൾ ഇതിന്മേൽ ജയമെടുത്ത് ഒരു ദിവസം നമ്മൾ പരിപൂർണമായിട്ട് വെളിയിൽ കടന്നു വരും. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ. പക്ഷേ അതുവരെ നമുക്കെന്തു വേണം? ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ പാപത്തോട് ഞാൻ നോ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകണം. പാപത്തിൻ്റെ പ്രവർത്തനത്തോട് നോ പറഞ്ഞുകൊണ്ട് പോകുക. അത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെ എനിക്കും നിങ്ങൾക്കത് ലഭ്യമായെങ്കിൽ, യേശു പാപത്തിന് പരിഹാരം വരുത്തി. ഇറ്റ്സ് ഓൾറെഡി ഫിനിഷ്ഡ്. അത് കഴിഞ്ഞു. അത് ചെയ്തുവെങ്കിൽ ഞാനും നിങ്ങളും അത് ഏറ്റെടുക്കുക, വിശ്വാസത്താൽ ഏറ്റെടുക്കുക. അവിടെ എന്താ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്? എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല. എൻ്റെ പാപപങ്കിലമായിരിക്കുന്ന, പാപത്തിന് ഹിതരമായിരിക്കുന്ന ശരീരം, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനിയും ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമുക്കൊരു കാര്യം പറയുവാൻ സാധിക്കുമോ? ക്രിസ്തുവായി എന്നിൽ ജീവിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, റൈച്ചസ് നമ്മളെ ആക്കിയിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷനിലെ പോകാനാണ്. സാങ്ക്ടിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത പാട്ടുണ്ട്, ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. ഇതിനു വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആക്കി. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.